ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. പ്രഷർ കുക്കറിൽ വളരെ വേഗം തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബിരിയാണി ഉണ്ടാക്കുന്നതിനായി 10 പച്ചമുളക് ചെറുത്, 25 ഇല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 10 ചുവന്നുള്ളി എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഒരു ചെറിയ കപ്പ് തൈര്, മല്ലിയില, കുറച്ച് പുതിനയില എന്നിവ ചേർത്ത ശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം മാഗ്നേറ്റ് ചെയ്യുന്നതിനായി വെക്കുക. 1 കിലോ അരി നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ബൗളിന് 4 ബൗള് നമ്മൾ അളന്നാണ് അരി എടുത്തിരിക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ നെയ്യ് ഇടുക. 2 കഷ്ണം കറുവാപ്പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ എന്നിവ ചേർക്കുക. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റുക. കുറച്ച് വാടി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ വെച്ച് 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളം എടുക്കുന്നത് അരിയുടെ ഇരട്ടിയാണ്. 4 ബൗൾ അരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 ബൗൾ വെള്ളം പാകത്തിന് ഉപ്പ് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങ പിഴിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അരി വെന്ത് വരുന്ന സമയത്ത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് റോസ്റ്റ് ചെയ്തെടുക്കുക. സവോളയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സവോളയും അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മല്ലിയില, പൈനാപ്പിൾ സ്ലൈസ് ചെയ്തത് ചേർത്ത് മിക്സ് ചെയ്ത് വിളമ്പാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വളരെ വേഗം തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണിയാണ് ഇത്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ബിരിയാണിയിൽ മസാലകളൊക്കെ ചേർത്തിരിക്കുന്നത്. ഇനി അടുത്ത നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.